നമസ്കാരം. പ്രധാന വാർത്തകൾ. നിയന്ത്രണങ്ങൾ പാളി. സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണാതീതം. സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക് നിയന്ത്രണാതീതമായതോടെ ചൊവ്വാഴ്ച ദർശനം ഉച്ചയ്ക്ക് 2 മണിവരെ നീട്ടി. കുടിവെള്ളം പോലും കിട്ടാതായതോടെ ചില ഭക്തർ കുഴഞ്ഞു വീണു. സംസ്ഥാനം ആവശ്യപ്പെട്ട കേന്ദ്രസേന അടുത്ത ദിവസം എത്തുമെന്നാണ് റിപ്പോർട്ട്. മുന്നൊരുക്കങ്ങളുടെ അപര്യാപ്തത കൊണ്ടാണ് തിരക്ക് നിയന്ത്രണാതീതമായതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ സമ്മതിച്ചു. സംസ്ഥാനം ആവശ്യപ്പെട്ട കേന്ദ്രസേന ഇതുവരെ എത്താത്തത് നിയന്ത്രണങ്ങൾ പാളാൻ കാരണമായി. NDRF, RAF സേവനങ്ങളുടെ സേവനമാണ് സംസ്ഥാനം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത്. RSS പ്രവർത്തകൻ ആനന്ദ് കെ തമ്പിയുടെ മരണത്തിൽ RSS പ്രവർത്തകന്റെ മൊഴിയെടുത്ത പോലീസ്. സ്ഥാനാർത്ഥിയാകണമെന്ന ആഗ്രഹം ആനന്ദ് പറഞ്ഞില്ല എന്നാണ് RSS പ്രവർത്തകർ നൽകിയിരിക്കുന്ന മൊഴി. സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് ആനന്ദ് കൂടി പങ്കെടുത്ത യോഗത്തിലായിരുന്നു. മത്സരിക്കണമെന്ന ആഗ്രഹം ആനന്ദ് പറഞ്ഞില്ലെന്നും RSS പ്രവർത്തകർ മൊഴി നൽകി. ആനന്ദിന്റെ പിതാവിന്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി. ആനന്ദ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെ എതിർത്തതായാണ് പിതാവ് നൽകിയ മൊഴി. ആനന്ദിന്റെ ഭാര്യയുടെ മൊഴി രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. തൃക്കണ്ണാപുരത്തെ BJP സ്ഥാനാർത്ഥി വിനോദ് കുമാറിന്റെ മൊഴി പിന്നീട് രേഖപ്പെടുത്തും. മോദിയുടെ പ്രസംഗത്തെ പുകഴ്ത്തി വീണ്ടും ശശി തരൂർ. രാംനാഥ് ഗോയങ്ക പ്രസംഗ പരമ്പരയിലെ പ്രഭാഷണം പങ്കുവച്ചാണ് പുകഴ്ത്തൽ. മോദിയുടെ പ്രസംഗം സാംസ്കാരിക ആഹ്വാനമായും സാമ്പത്തിക വീക്ഷണകോണിൽ മികച്ചതായും തോന്നിയെന്നാണ് ശശി തരൂരിന്റെ കുറിപ്പ്. രാംനാഥ് ഗോയങ്ക പ്രസംഗ പരമ്പരയിലെ പ്രഭാഷണത്തെയാണ് തരൂർ വാനോളം പുകഴ്ത്തിയിരിക്കുന്നത്. ദേശീയതയ്ക്കായുള്ള ആഹ്വാനവും അഭിനന്ദനാർഹമാണെന്ന് തരൂരിന്റെ കുറിപ്പിൽ പറയുന്നു. തരൂരിന്റെ സാന്നിധ്യത്തിൽ കോൺഗ്രസിന് നേരെ രൂക്ഷ വിമർശനമാണ് പ്രധാനമന്ത്രി നടത്തിയതെന്നും ശ്രദ്ധേയമാണ്. സ്കൂൾ കായികമേള പ്രായത്തട്ടിപ്പ്. വിദ്യാർത്ഥിനി എവിടെയെന്ന് വിവരമില്ല. സ്കൂളിനെ താക്കീത് ചെയ്യാൻ വിദ്യാഭ്യാസ വകുപ്പ്. 21കാരിയെ വ്യാജരേഖയുണ്ടാക്കി മത്സരിപ്പിച്ചതിലാണ് നടപടി. വിഷയത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ ഹിയറിംഗിൽ കൃത്യമായ പ്രവേശന രേഖകൾ സ്കൂൾ അധികൃതർ ഹാജരാക്കാൻ തയ്യാറായിട്ടില്ല. UP സ്വദേശിയായ കുട്ടിയെക്കുറിച്ച് കായികമേളയ്ക്ക് ശേഷം വിവരമില്ല എന്നാണ് സ്കൂളിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. അതേസമയം പ്രായത്തട്ടിപ്പ് തടയാൻ നടപടി സ്വീകരിക്കുമെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. വിജിലൻസ് സെൽ അന്വേഷണം നടത്താനാണ് തീരുമാനം. ഇതര സംസ്ഥാന കുട്ടികളുടെ സ്കൂൾ പ്രവേശനം പരിശോധിക്കുന്നതിനും തീരുമാനമായിട്ടുണ്ട്. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞു. തിരുവനന്തപുരം കഴക്കൂട്ടം പള്ളിപ്പുറത്ത് വെച്ചാണ് വാഹനം മറിഞ്ഞത്. ഇന്ന് ഉച്ചയോടെയാണ് അപകടമുണ്ടായത്. ശബരിമല തീർത്ഥാടനത്തിന് ശേഷം തിരിച്ചു വരുന്നതിനിടെയാണ് വാഹനം മറിഞ്ഞത്. ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് വെച്ച് വാഹനം തെന്നി മാറുകയായിരുന്നു. തുടർന്ന് തലകീഴായി മറിഞ്ഞു. വാഹനത്തിലുണ്ടായിരുന്നവരെ ആശുപത്രിയിലേക്ക് മാറ്റി. രാജിവാർത്ത 1% പോലും ശരിയല്ല, നിഷേധിച്ച് N ശക്തൻ. DCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചെന്ന വാർത്ത തീർത്തും നിഷേധിച്ച് N ശക്തൻ രംഗത്ത്. പ്രചരിക്കുന്ന വാർത്ത 1% പോലും ശരിയല്ല എന്ന് ശക്തൻ ശക്തമായി പ്രതികരിച്ചു. ആരാണ് നിങ്ങൾക്ക് ഈ വാർത്ത നൽകിയതെന്ന് എനിക്കറിയണം എന്ന് ചോദിച്ച അദ്ദേഹം തന്റെ ചില നല്ല സുഹൃത്തുക്കളാണ് രാജിവാർത്ത പ്രചരിപ്പിക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു. വയനാട്ടിലെ സിപ്പ് ലൈൻ അപകടമെന്ന തരത്തിൽ വ്യാജ വീഡിയോ നിർമ്മിച്ച സംഭവത്തിൽ അറസ്റ്റ്. ആലപ്പുഴ സ്വദേശി അഷ്കർ അലിയാണ് പിടിയിലായത്. വയനാട് സൈബർ സെൽ CI ഷാജു ജോസഫിന്റെ നേതൃത്വത്തിലാണ് അറസ്റ്റ് ചെയ്തത്. ലഹരിക്കടത്ത് ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണ് അഷ്കർ എന്ന് പോലീസ് പറഞ്ഞു. ഒരു യുവതിയും കുഞ്ഞും സിപ്പ് ലൈനിൽ കയറിയ ഉടൻ തന്നെ സിപ്പ് ലൈൻ തകർന്ന് ഇരുവരും താഴേക്ക് വീഴുന്നതും സിപ്പ് ലൈൻ ഓപ്പറേറ്റർ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ താഴെ വീഴുന്നതുമായ ദൃശ്യങ്ങളാണ് വയനാട്ടിൽ കഴിഞ്ഞ ദിവസം നടന്നത് എന്ന അടിക്കുറിപ്പോടെ പ്രചരിച്ചത്. വയനാട്ടിൽ സിപ്പ് ലൈൻ തകർന്ന അപകടമുണ്ടായി എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി വീഡിയോ പ്രചരിച്ചിരുന്നു. 9 വയസ്സുകാരി ദൃശാന കോമയിലായ വാഹനാപകടം. കേസ് തീർപ്പാക്കി. വടകരയിൽ വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ അബോധാവസ്ഥയിൽ കഴിയുന്ന 9 വയസ്സുകാരി ദൃശാനയ്ക്കും കുടുംബത്തിനും ആശ്വാസം. കുട്ടിക്ക് 1.15 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് കോടതി വിധിച്ചു. വടകര MACT കോടതിയാണ് കേസ് തീർപ്പാക്കിയത്. ഇൻഷുറൻസ് കമ്പനിയാണ് തുക നൽകേണ്ടത്. ഹൈക്കോടതിയുടെയും ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും ഇടപെടലാണ് കേസ് നിർണായകമായത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് സ്കൂളുകളിലെ ക്രിസ്മസ് പരീക്ഷ പുനഃക്രമീകരിച്ചു. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകൾക്ക് ഡിസംബർ 15 മുതൽ 23 വരെയാണ് പരീക്ഷ നടക്കുക. ഡിസംബർ 23 സ്കൂളുകളിൽ ക്രിസ്മസ് അവധി തുടങ്ങും. ജനുവരി 5 ക്ലാസുകൾ പുനരാരംഭിക്കും. അക്കാദമിക് കലണ്ടർ അനുസരിച്ച് നേരത്തെ 19 അവധി തുടങ്ങുന്ന തരത്തിലായിരുന്നു ടൈം ടേബിൾ. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ സ്കൂളുകൾ തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി വിട്ടുനൽകേണ്ടതിനാൽ പരീക്ഷ ഡിസംബർ 15 മുതൽ
23 വരെ ഒറ്റഘട്ടമായി നടത്താനാണ് നീക്കം. മാവേലിക്കരയിൽ CPM ബ്രാഞ്ച് സെക്രട്ടറിയും CPI ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഭാര്യയും UDF സ്ഥാനാർത്ഥികൾ. നഗരസഭയിലെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ വാർഡ് 16-ൽ CPI ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഭാര്യ സച്ചു ശിവാനന്ദൻ RSP സ്ഥാനാർത്ഥിയായി UDF പാനലിൽ. വാർഡ് 28-ൽ CPM വലിയ പെരുമ്പുഴ ബ്രാഞ്ച് സെക്രട്ടറിയും മുൻ ലോക്കൽ കമ്മിറ്റി അംഗവുമായ സക്കറിയ P. അലക്സ് UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. കഴിഞ്ഞ ദിവസം DYFI മുൻ ടൗൺ സെക്രട്ടറി മോഹൻകുമാർ CPM വിട്ട് കോൺഗ്രസിൽ ചേർന്നിരുന്നു. CPM പുന്നമൂട് ബ്രാഞ്ച് സെക്രട്ടറി, പമ്പ കോളേജ് SFI യൂണിയൻ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ച മോഹൻകുമാർ CPM ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസ് അംഗത്വം സ്വീകരിക്കുകയായിരുന്നു.